ഇനി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാന വാർത്തകളിലേക്കാണ്. GCC ഉച്ചകോടിയുടെയും ഫിഫ അറബ് കപ്പിന്റെയും വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. ആദ്യം GCC ഉച്ചകോടിയിലേക്ക് പോകാം. ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ്. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം വേണമെന്ന ആവശ്യവും ആവർത്തിച്ചിരിക്കുകയാണ് GCC ഉച്ചകോടി. ബഹ്റൈനിൽ നടന്ന ഉച്ചകോടിയിൽ ഗൾഫ് മേഖല നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികൾക്ക് സംയുക്തമായി പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താനും ധാരണയായിട്ടുണ്ട്. GCC ഉച്ചകോടി നടക്കുന്ന ബഹ്റൈനിലെ മനാമയിൽ നിന്ന് ഷഫി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷഫി, GCC ഉച്ചകോടി അതെങ്ങനെ നടന്നു? ശക്തമായി അപലപിച്ചിട്ടുണ്ട് പല കാര്യങ്ങളെയും, പ്രത്യേകിച്ച് സ്വതന്ത്ര പലസ്തീൻ ആവശ്യത്തിലൊക്കെ അത് ആവർത്തിക്കുകയും ചെയ്തു ഉച്ചകോടിയിൽ നിന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ജന്യ, ഗൾഫ് ഐക്യത്തിന്റെ സന്ദേശം പങ്കുവച്ചുകൊണ്ടാണ് 46ാമത് GCC ഉച്ചകോടി ബഹ്റൈനിൽ ആരംഭിച്ചത്. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ GCC ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ചു. അംഗരാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും വിവിധ പ്രതിനിധികളും സമ്മിറ്റിന്റെ ഭാഗമായി പങ്കെടുത്തു. അതിൽ തന്നെ GCC രാജ്യങ്ങളുടെ രാഷ്ട്രീയ സ്ഥിരത, സാമ്പത്തിക അഭിവൃദ്ധി, സുരക്ഷാ സഹകരണം എന്നിവയും രാജ്യങ്ങളുടെ ദേശീയ പരമാധികാരം സംരക്ഷിക്കുക എന്ന വിഷയത്തിലും GCC ഉച്ചകോടിയിൽ ചർച്ചകൾ നടന്നത്. അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഏകീകരണം വേഗത്തിലാക്കുക, അതുവഴി പൂർണ്ണ സാമ്പത്തിക ഐക്യം കൈവരിക്കുക, അംഗരാജ്യങ്ങൾക്കിടയിലെ നിക്ഷേപ വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുക, വിപുലപ്പെടുത്തുക, ഗൾഫ് മേഖല നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികളെ സംയുക്തമായി പ്രതിരോധിക്കുക, അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സുരക്ഷാ സൈനിക സഹകരണം കൂടുതൽ ദൃഢമാക്കുക, കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഉച്ചകോടിയിൽ പ്രധാനമായി ഉയർന്നു വന്ന ചർച്ചകൾ. അതുപോലെ മുൻ ഉച്ചകോടിയിലേതുപോലെ തന്നെ പലസ്തീൻ വിഷയവും ഇത്തവണയും പ്രധാന ചർച്ചയായി ഉയർന്നു വന്നിരുന്നു. പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്നത് മനുഷ്യത്വരഹിതമായ ആക്രമണമാണെന്നും അവിടെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്നും ഉച്ചകോടി ആവർത്തിച്ചു പറഞ്ഞു. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം വേണമെന്ന നിലപാടിൽ ഗൾഫ് രാജ്യങ്ങളുടെ നേതാക്കൾ വീണ്ടും ഇത്തവണയും ഉറച്ചു നിന്നു. അതുപോലെ തന്നെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും അവിടെ നടക്കുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരണമെങ്കിൽ ഗസ സമാധാന പദ്ധതി നടപ്പിലാക്കണമെന്നും അതിന് പൂർണ്ണ പിന്തുണയുണ്ടെന്നും ഗൾഫ് ഉച്ചകോടി വ്യക്തമാക്കി. അതുപോലെ മറ്റൊരു പ്രധാന വിഷയം ഇത്തവണത്തെ ഉച്ചകോടിയിൽ ഉയർന്നു വന്നത് ഖത്തർ ആക്രമണമാണ്. നമുക്കറിയാം, ഖത്തറിൽ മാസങ്ങളുടെ ഇടവേളയിൽ ആണ് ഇറാനും ഇസ്രായേലും മിസൈൽ ആക്രമണം നടത്തിയത്. ആ വിഷയത്തിലും ആ സംഭവത്തിലും GCC ഉച്ചകോടി ശക്തമായി അപലപിച്ചു. കുവൈത്ത് അമീർ ഈ വിഷയത്തിൽ പറഞ്ഞത്, ഒരു GCC രാജ്യത്തിനെതിരായി ആക്രമണം അഴിച്ചുവിടുന്നത് മുഴുവൻ GCC രാജ്യങ്ങളെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും ഒരു GCC രാജ്യത്തിനെതിരെ നടത്തുന്ന ആക്രമണം മുഴുവൻ GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യമാണെന്നുമാണ് കുവൈത്ത് അമീർ GCC ഉച്ചകോടിയിൽ വെച്ച് പ്രസ്താവിച്ചത്. അതുപോലെ മറ്റൊരു പ്രധാന സംഭവം ഗൾഫ് സഹകരണ കൗൺസിലിൻ്റെ പ്രധാന നേട്ടങ്ങളാണ്. ഗൾഫ് സഹകരണ കൗൺസിൽ ഈ കാലയളവിലെ പ്രധാന നേട്ടങ്ങൾ GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവിയാണ് അവതരിപ്പിച്ചത്. അതിൽ തന്നെ റിയാദിൽ വെച്ച് നടന്ന GCC US ഉച്ചകോടി സൈനിക പ്രതിരോധ രംഗത്തെ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണം, കള്ളപ്പണം തടയുന്നതിൽ ഗൾഫ് രാജ്യങ്ങൾ സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതികൾ തുടങ്ങിയ നേട്ടങ്ങളാണ് അദ്ദേഹം എണ്ണി പറഞ്ഞത്. ഇത്തരത്തിലുള്ള പദ്ധതികളും പ്രഖ്യാപനങ്ങളും വിമർശനങ്ങളും നിലപാടുകളും ഒക്കെ ഉൾപ്പെടുത്തിയുമാണ് ഇത്തവണത്തെ ബഹ്റൈനിൽ നടന്ന GCC ഉച്ചകോടി സമാപിച്ചത്. ധന്യ.